ഓൺലൈനായും ഇനി അയോധ്യയിൽ നോൺ വെജ് കിട്ടില്ല. അയോധ്യ ക്ഷേത്ര പരിസരത്തും പഞ്ചകോസി പരിക്രമയാത്രയുടെ ഭാഗമായ പ്രദേശങ്ങളിലും ഉത്തർപ്രദേശ് സർക്കാർ ഓൺലൈനിലും നോൺ വെജ് ഭക്ഷണം നിരോധിച്ചു. നിരീക്ഷണം ശക്തമാക്കുമെന്നും നിയമം ലംഘിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവ വഴി ഇനി ഇവിടങ്ങളിൽ സസ്യേതരാഹാരം വാങ്ങാനാവില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് തീരുമാനമെന്ന് അധികൃതർ പറഞ്ഞു. അയോധ്യയിൽ ഉൾപ്പെടെ എത്തുന്ന സഞ്ചാരികൾ ഓൺലൈൻ വഴി നോൺ വെജ് ഓർഡർ ചെയ്യുന്നെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇവിടങ്ങളിൽ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഗസ്റ്റ് ഹൌസുകൾ, ഹോം സ്റ്റേകൾ എന്നിവയ്ക്ക് നിലവിൽ നോൺ വെജ് വിലക്ക് ബാധകമാണ്. ഇതാണ് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാക്കിയത്. തീർത്ഥാടന പാതകളിലെ ഭക്ഷണശാലകളിലും നിലവിൽ നോൺ വെജ് നിരോധനമുണ്ട്. ഇവിടങ്ങളിൽ ഇനി ഓൺലൈനായും മാംസാഹാരം വാങ്ങാനാവില്ല. സമാനമായ തീരുമാനം അടുത്തിടെ പഞ്ചാബും പ്രഖ്യാപിച്ചിരുന്നു. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പൂർണ്ണമായും പുണ്യനഗരിയായി പ്രഖ്യാപിച്ച ഇറച്ചിയും മീനും മദ്യവും ഉൾപ്പെടെ നിരോധിച്ചാണ് ഉത്തരവ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സർ, ശ്രീ അനന്ത്പൂർ സാഹിബ്, തൽവണ്ടി സബോ എന്നിവയാണ് പുണ്യനഗരികളായി സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാർ പ്രഖ്യാപിച്ചത്. മദ്യം, ഇറച്ചി, മീൻ, പുകയില, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കാണ് വിലക്ക്. തീരുമാനത്തെ സ്വാഗതം ചെയ്ത BJP കച്ചവടക്കാരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഏതാണ്ട് 150-ലേറെ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കേണ്ടി വരും. ഈ പ്രദേശങ്ങളിലെ ഹോട്ടലുകൾക്ക് പുറത്തുനിന്ന് ഇറച്ചിയും മറ്റും കൊണ്ടുവന്ന വിഭവങ്ങൾ തയ്യാറാക്കി വിൽക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ ഇത് അനധികൃത കച്ചവടങ്ങൾക്കും കൊള്ളവിലയ്ക്കും വഴിവെക്കുമെന്നാണ് സംസ്ഥാനത്തെ ഹോട്ടൽ സംഘടനകളുടെ വാദം.